ഹായ് ഡിയർ ചിൽഡ്രൻ, ഇന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫിസിക്സിലെ ഒരു ന്യൂമറിക്കലാണ്. എ നോൺ യൂണിഫോം ബീം ഓഫ് വെയ്റ്റ് 120 ന്യൂട്ടൺ pivoted at one end is shown in the diagram below. Calculate the value of F to keep the beam in equilibrium. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡയഗ്രാം ഇതാണ്. ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് നോൺ യൂണിഫോം ബീം. ഇതാണ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. അതായത് ഈ മൊത്തം ബീമിന്റെ മൊത്തം വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റ് ത്രൂ ആണ്. അത് തന്നിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ 120 ന്യൂട്ടൺ. ഇത് ഈ ഒരു പോയിന്റിലാണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റ് ആണ് ഈ കാണുന്നത്. അവിടെ അത് പിവോട്ട്, അതായത് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓട്ടോമാറ്റിക്കലി ഇതിന്റെ മൊത്തം വെയിറ്റ് ഇവിടെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഈ ഭാഗം താഴത്തേക്ക് വരും. അപ്പൊ നമുക്ക് എത്ര ഫോഴ്സ് കൊടുത്തിട്ട് ഇതിനെ ഉയർത്തി ഈ സെയിം ഹൊറിസോണ്ടൽ പൊസിഷനിൽ, അതായത് ഇക്വിലിബ്രിയത്തിൽ വെക്കാം. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. നമ്മളെടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം എന്നാണ്. ഇനി തന്നിരിക്കുന്ന ഡാറ്റ, അതായത് തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി ക്വസ്റ്റ്യനിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഒബ്ജക്റ്റിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. 120 ന്യൂട്ടൺ ആണ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ്. ഒപ്പം തന്നെ ഈ ഫിക്സ് ചെയ്തിരിക്കുന്ന പോയിന്റിൽ നിന്ന് ഈ സി ജി വരെയും സെന്റർ ഓഫ് ഗ്രാവിറ്റി വരയ്ക്കുള്ള ഈ ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 0.20 മീറ്റർ. അതും സ്റ്റാൻഡേർഡ് യൂണിറ്റ് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഈ പിവോട്ട്, ഈ ഫിക്സ് ചെയ്തിരിക്കുന്ന പോയിന്റിൽ നിന്ന് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യാനുള്ള ഈ ഒരു പോയിന്റ് വരയ്ക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0.80 മീറ്റർ ആണ്. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒബ്ജക്റ്റിനെ ഇക്വിലിബ്രിയത്തിലാക്കാൻ എത്ര ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യണം? ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഈ ഒരു ഫോഴ്സ് കാരണം ഇവിടെ ഒരു മൊമെന്റ് ഓഫ് ഫോഴ്സ് ഉണ്ട്. അതിന്റെ ഡയറക്ഷൻ എങ്ങടായിരിക്കും? എപ്പോഴും ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിലോട്ട് ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ, ഇപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ വെയിറ്റിന്റെ ഡയറക്ഷൻ ആണ് ഇത്. ഇവിടുന്ന് നമ്മൾ കൈവയ്ക്കുക, ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പൊ ഇത് ഏതാ ഡയറക്ഷൻ? ഇത് ക്ലോക്ക് വൈസ്. അപ്പൊ ഈ ഒരു 120 ന്യൂട്ടൺ കാരണം ഇവിടെയുള്ള മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. ഇനി നമ്മൾ എക്സേർട്ട് ചെയ്യാൻ പോകുന്ന ഈ ഫോഴ്സ് കാരണം ആ മൊമെന്റ് ഓഫ് ഫോഴ്സ് ഉണ്ടാവണതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ ഡയറക്ഷൻ, ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇതാണ്. ഇവിടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇവിടെ നിന്ന് ഇതാണ് പിവോട്ട്. ഇവിടേക്ക് നമ്മൾ കൈവച്ച് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാം. ഇത് ഏതാ ഡയറക്ഷൻ? ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇവിടെ രണ്ട് മൊമെന്റ് ഓഫ് ഫോഴ്സ് ഉണ്ട്. ഒരെണ്ണം ക്ലോക്ക് വൈസും ഇതുകൊണ്ട് ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഫോഴ്സ് ആന്റി ക്ലോക്ക് വൈസുമാണ്. അപ്പൊ ഒരു ഒബ്ജക്റ്റ് ഇക്വിലിബ്രിയത്തിൽ ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഒന്നുകിൽ അതുമേ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആവണം, അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ മൊമെന്റ് ഓഫ് ഫോഴ്സും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ ഇവിടെ എന്തായാലും എന്തുണ്ട്? മൊമെന്റ് ഓഫ് ഫോഴ്സ് ഉണ്ട്. അപ്പൊ മൊമെന്റ് ഓഫ് ഫോഴ്സ് 0 ആവണമെങ്കിൽ നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. എന്താ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് പറയുന്നത്? ഇൻ ഇക്വിലിബ്രിയം സം ഓഫ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്സ് ഷുഡ് ബി ഈക്വൽ ടു സം ഓഫ് ഇറ്റ്സ് ക്ലോക്ക് വൈസ് മൊമെന്റ്സ്. അതായത് ക്ലോക്ക് വൈസ് മൊമെന്റ്സിന്റെ സമ്മും ആന്റി ക്ലോക്ക് വൈസിന്റെ സമ്മും എന്തായിരിക്കണം? ഈക്വൽ ആവണം. അപ്പൊ നമുക്ക് ഇവിടെ സെയിം ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, സോ ഇൻ ഇക്വിലിബ്രിയം sum of anti-clockwise moments is equal to sum of clockwise moments. ഈ ഒരു ഫോഴ്സ്, അതായത് ഒബ്ജക്റ്റിന്റെ വെയിറ്റ് നമ്മൾ W1 കൺസിഡർ ചെയ്യണം. ഈ പിവോട്ടിൽ നിന്ന് ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരയ്ക്കുള്ള ഈ ഡിസ്റ്റൻസിനെ നമ്മൾ L1 കൺസിഡർ ചെയ്യണം. അപ്ലൈ ചെയ്യേണ്ട ഈ ഫോഴ്സ് നമ്മൾ W2 എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അവിടേക്കുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ നമ്മൾ L2 എന്ന് എടുക്കണം. അപ്പൊ ഏതാ ക്ലോക്ക് വൈസ് മൊമെന്റ്സ്, ഏതാ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്സ്? ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ്സ് ഇതാണ്, W2 into L2. സോ ഇക്വേഷൻ എഴുതുമ്പോൾ W2 into L2 is equal to sum of clockwise moments. ഇവിടെ ഏതാ ക്ലോക്ക് വൈസ്? ഇതാണ് ക്ലോക്ക് വൈസ്, അതായത് W1 into L1. ഇനി വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. W2 എന്താണ്? ഫോഴ്സ് ആണ്. ആക്ച്വലി അത് കണ്ടുപിടിക്കണം. W2 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോഴ്സ്. ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L2 എത്രയാ? 0.80 മീറ്റർ ആണ്. ഇസ് ഈക്വൽ ടു W1 120 ന്യൂട്ടൺ ആണ്. 120 ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0.20 മീറ്റർ. W2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, അതായത് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ 120 ഇൻറ്റു 0.20 ഡിവൈഡ് ബൈ 0.80 is equal to, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 24 കിട്ടും.
divided by 0.80 is equal to 30 ന്യൂട്ടൺ. അപ്പൊ മിനിമം എത്ര ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യണം? അതായത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് 30 ന്യൂട്ടൺ ആണ്. അപ്പൊ 30 ന്യൂട്ടൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോ ഈ ഒരു നോൺ യൂണിഫോം ബീം എന്തായി? ഇക്വിലിബ്രിയത്തിലായി.